സ്വർണ്ണ കവർച്ചാ കേസിലെ SIT അന്വേഷണത്തിൽ ഇനിയും സംശയങ്ങൾ ബാക്കിയുണ്ട്. ശബരിമല മുൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കാട്ടിയ തിടുക്കം മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിൻ്റെയും മുൻ മെമ്പറായിട്ടുള്ള KP ശങ്കർദാസിൻ്റെയും കാര്യത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തം തന്നെയല്ലേ പ്രജിത്ത്? അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു വിനോദ്. കാരണം നമ്മൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ, സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് ഇത്തരം പരാമർശങ്ങളിൽ ഒന്നും പെടാത്ത, ഇത്തരം വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഇത്തരം അന്വേഷണമോ നേരത്തെ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലാത്ത തന്ത്രി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം വല്ലാത്ത തിടുക്കം കാട്ടിയത്. അതേസമയം 2025 സ്ഥാനമൊഴിഞ്ഞ PS പ്രശാന്തിനെയോ 2019 ആരോപണവിധേയരായിട്ടുള്ള ബോർഡിൽ ഉൾപ്പെട്ടിരുന്ന KP ശങ്കർദാസിനെയോ ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല. അത് അറസ്റ്റ് അനിവാര്യമാകുന്നു എന്ന് പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ചില പരാമർശങ്ങളാണ്. നമുക്ക് അത് ഓരോ പരാമർശങ്ങളായി എടുത്തൊന്ന് വിശദമായി തന്നെ പറയാം. കാരണം PS പ്രശാന്തിനെതിരെ ഹൈക്കോടതി നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. 2019 സ്വർണ്ണക്കവർച്ച മറച്ചുപിടിക്കാനാണ് 2025 വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്നുള്ളത് ഹൈക്കോടതി തന്നെ നടത്തിയിട്ടുള്ളൊരു പരാമർശമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കോടതി പറയുന്നു. അപ്പോൾ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് പ്രശാന്താണ്. ആ കൊടുത്തുവിടുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കോടതി പറയുന്നു. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കോടതി പറയുന്നു. അതോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസറുടെ നിർദ്ദേശാനുസരണം ഈ ജോലികൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പ്രശാന്ത് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു മൊഴിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള തെളിവുണ്ട്. ഇതിന് തെളിവായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് 2025 ഓഗസ്റ്റ് 21 അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ഒരു കത്താണ്. ആ കത്തിൽ തിരുവാഭരണം കമ്മീഷണറുടെ കത്താണ്. ഈ ഓഗസ്റ്റ് 21 നൽകിയ കത്തിലാണ് ഇത്തരത്തിൽ പ്രശാന്ത് ഈ രീതിയിൽ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദം വാങ്ങാതെയാണ്, ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിട്ടും സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദം വാങ്ങാതെയാണ് 2025 ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയതെന്നും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് എന്നുള്ളൊരു പരാമർശവും കോടതി നടത്തിയിരുന്നു. അപ്പോൾ സ്വർണ്ണക്കവർച്ച മറച്ചുപിടിക്കാൻ PS പ്രശാന്ത് ബോധപൂർവമായ ശ്രമം നടത്തി. അത് ആളുകൾ പോറ്റിക്ക് കൈമാറുന്നത് ബോധപൂർവമാണ്. അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടും PS പ്രശാന്തിനെ വിളിച്ച് വളരെ രഹസ്യമായി മൊഴി രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തത്. ഇനി KP ശങ്കർദാസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം സുപ്രീം കോടതിയിലേക്ക് പോകാം. കാരണം സുപ്രീം കോടതി പരാമർശം നടത്തുന്നത് ഹൈക്കോടതി KP ശങ്കർദാസിനുമായി ബന്ധപ്പെട്ട് SITക്കെതിരെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. അതിനെതിരെ KP ശങ്കർദാസ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ വളരെ നിർണായകമായിട്ടുള്ള പരാമർശങ്ങളൊന്ന്, ഈ സ്വർണ്ണക്കവർച്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് 2019 ബോർഡ് മെമ്പറായിട്ടുള്ള ശങ്കർദാസിന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ളതാണ്. ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടാണ്, അങ്ങനെ ശങ്കർദാസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പരാമർശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് സുപ്രീം കോടതി ശങ്കർദാസിന്റെ കാര്യത്തിൽ ചോദിക്കുകയുണ്ടായി. അതും വളരെ നിർണായകമായിട്ടുള്ള പരാമർശമാണ്. ഇനി ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് ശങ്കർദാസ് കൊണ്ടുപോകുന്നതിന് കാരണമായ ഹൈക്കോടതിയുടെ പരാമർശങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ 2019 ബോർഡ് അംഗങ്ങളായിട്ടുള്ള N വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ വലിയ വിമർശനത്തോടെ തന്നെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അങ്ങനെ SITക്ക് അതിന് വലിയ വിമർശനം നൽകുന്നു. നിങ്ങൾ എന്തിന് ഈ രണ്ടുപേരെയും ഒഴിവാക്കി എന്നുള്ള ചോദ്യം വരുന്നു. അതോടൊപ്പം ശങ്കർദാസിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, ശങ്കർദാസിനെ കാര്യമായി ചോദ്യം ചെയ്തതായി രേഖകളിൽ കാണുന്നില്ല എന്നുള്ളത് കൂടി ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ശങ്കർദാസിനെ കൃത്യമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേസമയം അങ്ങനെ ചോദ്യം ചെയ്യാത്ത ശങ്കർദാസ് പല മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രത്യക്ഷപ്പെട്ട് ബൈറ്റ് കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശങ്കർദാസിനെ ചോദ്യം ചെയ്തതിൽ പോലും അന്വേഷണ സംഘം വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, ശങ്കർദാസിന് കവർച്ചയിൽ ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ട്. ഈ സ്വർണ്ണ കവർച്ചയിൽ ക്രിമിനൽ ഉത്തരവാദിത്തം KP ശങ്കർദാസ് എന്ന് പറയുന്ന ഇടത് നേതാവിനുണ്ട്, 2019 ബോർഡ് മെമ്പറിനുണ്ട്. ഹൈക്കോടതിയുടെ ആ പരാമർശം തന്നെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമാണ് എന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാളികൾ പോറ്റിക്ക് കൊടുത്തുവിട്ടത് കൂട്ടായ തീരുമാനമാണ്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ മാറ്റാൻ സാധ്യതയുണ്ടായിട്ടും അത് ബോർഡ് അധികൃതർ മൗനം പാലിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പവിത്ര വസ്തുക്കൾ, അത് ശ്രീകോവിലിനുള്ളിലായാലും ശരി ശ്രീകോവിലിന് പുറത്തായാലും ശരി, ശബരിമല അയ്യപ്പന്റെ എല്ലാ അന്വേഷണത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത്, അതേപോലെ തന്നെ മുൻ ദേവസ്വം മെമ്പർ ശങ്കർദാസ്, ഇവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും SIT സംശയത്തിൻ്റെ നിലനിൽക്കുന്നു. ഇപ്പോഴും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് അന്വേഷണത്തിലൊക്കെ നാട്ടുകാർക്കും സാധാരണക്കാർക്കും നിരവധി സംശയങ്ങൾ ബാക്കിയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.